ഹലോ, ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനൊന്നും കിട്ടിയില്ല ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് കേട്ടോ. ചേട്ടനും ഇല്ലായിരുന്നു, ചേട്ടൻ വണ്ടിയിലാണ്. അതുകൊണ്ട് മീൻ പോയി വാങ്ങിക്കൊണ്ട് വരാനും ആരുമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പച്ചക്കറി കൊണ്ടുള്ള കറികളൊക്കെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അച്ചാറും കൂടെ ആവാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ സ്വപ്ന ചേച്ചിയുടെ വീട്ടിൽ പോയി കുറച്ച് പുളിഞ്ചിക്ക് പറിച്ചുകൊണ്ട് വരാൻ പോവുകയാണ് ഞാനും പൊന്നൂസും കൂടെ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയിൽ നിൽക്കുന്ന കാട്ടുപുല്ലും ചെടിയൊക്കെയാണ് കേട്ടോ ഇത്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഭ്രാന്തുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം എനിക്കിതൊക്കെ നോക്കിക്കൊണ്ട് നിന്നില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സ്വപ്നച്ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. അവിടെ ഒരു പുളിഞ്ചി വരമുണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ എപ്പോഴും പുളിഞ്ചിക്ക് പറിക്കാറുള്ളത്. പുളിഞ്ചി മരത്തിലെ പുളിഞ്ചിക്ക് കണ്ടപ്പോഴത്തേക്ക് പൊന്നൂസിന് ഒരു വെപ്രാളൊക്കെ കേട്ടോ. അങ്ങനെ പൊന്നൂസ് ചാടിക്കയറി അതിനകത്ത് നിന്ന് പുളിഞ്ചിക്ക് എല്ലാം നുള്ളി പറിക്കുകയാണ്. സത്യത്തിൽ ഇത്രയും പുളിഞ്ചിക്കൊരു ആവശ്യം നമുക്കില്ല, കുറച്ച് മതി, ഒരു ചെറിയ അച്ചാറിടാനല്ലേ. എന്നാൽ അവനിത് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ആക്രാന്തം മൂത്തിട്ട് അതിനകത്ത് നിന്നതെല്ലാം നുള്ളി പറിച്ചു കേട്ടോ. ഒരു കവർ നിറച്ച് അവസാനം ഞാൻ മതിയെന്ന് 100 വട്ടം പറഞ്ഞിട്ടാണ് അവനത് പറിച്ച് നിർത്തിയത്. അങ്ങനെ ഞങ്ങളത് ഒരു കവർ നിറച്ച് പുളിഞ്ചിക്ക പറിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് അവൻ തന്നെ തൂക്കിക്കൊണ്ട് വരികയും ചെയ്തു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പുളിഞ്ചിക്കീര ഞെട്ടിലിരിക്കുന്ന ഭാവമൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. വെട്ടുന്നത് കണ്ടാലും അവനെന്തോ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്ന മട്ടും ഭാവമാണ് കേട്ടോ. പിന്നെ ഞാൻ പച്ചക്കറി എല്ലാം അരിയാമെന്ന് വിചാരിച്ച് പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഒന്ന് രാവി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിച്ചാത്തിക്ക് മൂർച്ച കുറവായിരുന്നേ. ഈ പിച്ചാത്തി രാവുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളുണ്ട് കേട്ടോ. കണ്ടോ, ശബ്ദം കേട്ടൊഴിഞ്ഞ് ഓടി വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് കോവയ്ക്കയും ഒരു ബീട്രൂട്ട് കിച്ചടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. കണ്ടോ, പുളിഞ്ചിക്ക് വൃത്തിയാക്കിയ ആൾ തന്നെ അതെല്ലാം തൂത്ത് കൊണ്ടുപോയി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് പുളിഞ്ചിക്ക് എടുത്ത് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് അതിൽ ഉപ്പ് ഇട്ടങ്ങ് അടച്ചു വെച്ചു. പിന്നെ ഞാൻ പോയി ബീട്രൂട്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് അരച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് വറ്റി വരുമ്പോഴത്തേക്ക് അരപ്പും ചേർത്ത് തൈരൊക്കെ ഒഴിച്ച് കടുകും വറുത്തൊഴിക്കണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അപ്പോഴവന്മാർക്ക് ജ്യൂസ് കുടിക്കണം. ഇന്നലെ പല്ലെടുക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നില്ലേ, പിന്നെ അതങ്ങ് കാലിയാക്കിയാലല്ലേ സമാധാനം വരുള്ളൂ. അങ്ങനെ പിന്നെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉള്ള ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ജ്യൂസ് അങ്ങ് ഉണ്ടാക്കി കേട്ടോ. ഞാൻ ജ്യൂസ് അരിച്ചൊന്നുമില്ല, എന്നിട്ട് നമ്മളെല്ലാവരും അങ്ങ് കുടിച്ചു. പിന്നെ കോവയ്ക്ക അരിഞ്ഞ് കോവയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചു. ഈ കോവയ്ക്ക മെഴുക്കുവരട്ടിയിൽ ഞാൻ കുറച്ച് തേങ്ങ തിരുവിയതിടും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇട്ട് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് പയറും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൻപയർ തോരൻ വെക്കാനായിട്ട് കുക്കറിലാണ് വേവിച്ചത്. വൻപയർ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും അല്ലെങ്കിലും ഇന്നിപ്പോൾ അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൻപയർ തോരന് സെറ്റാക്കി എടുത്തു. അതിനിടയ്ക്ക് ഞാനൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാന്താരി മുളകൊക്കെ വെച്ച് തേങ്ങാ ചമ്മന്തി അരച്ചു. പിന്നെ നമുക്ക് പുളിഞ്ചിക്ക് അച്ചാറുണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. സാധാരണ നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇന്ന് അതില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് കടുകിട്ടു. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തീ കുറച്ച് വെക്കണം, സ്റ്റീൽ പാത്രം എടുക്കുന്നവർ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ എണ്ണയിൽ തന്നെ അങ്ങ് ഇളക്കിയെടുത്ത് കേട്ടോ. പിന്നെ ഇത് കരിഞ്ഞു പോകരുത്, അതിനാണ് ഞാൻ തീ ഓഫ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്ന പുളിഞ്ചിക്ക്, അതും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കഷ്ണത്തിൽ അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഞാൻ വിനാഗിരിയൊന്നും ഒഴിക്കത്തില്ല കേട്ടോ അച്ചാറിനകത്ത്. അപ്പോൾ നമ്മൾ അച്ചാർ സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു പൊതിച്ചോറുണ്ടാക്കിയാലോ. പൊതിച്ചോറ് കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ പൊതിച്ചോറുണ്ടാക്കാനായിട്ട് ഇല വേണമല്ലോ. ഇല വെട്ടാൻ പോയി. ഇലയൊക്കെ ഇവിടെ ധാരാളമുണ്ട്, പക്ഷേ ഭയങ്കര കാറ്റായതുകൊണ്ട് ഇലകളെല്ലാം കീറിപ്പോയി കേട്ടോ. തൽക്കാലത്തേക്ക് ഇപ്പോൾ എനിക്കൊരു വാഴയുടെ തളിരില കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മുറിച്ചുകൊണ്ട് വന്ന് വാട്ടിയെടുത്ത് പേപ്പറൊക്കെ വെച്ചിട്ട് പൊതിച്ചോറുണ്ടാക്കാനായിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമ്മൾ വാഴയിലേക്ക് അകത്തോട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് വണ്ണം കുറയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചോറ് കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. എനിക്ക് ഈ മെഴുക്ക് പുരട്ടിയും തോരനും അവിയലും സാമ്പാറും ഇങ്ങനെ പച്ചക്കറി കൊണ്ടുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മെഴുക്ക് പുരട്ടിയൊക്കെ കുറച്ച് കൂടുതലെടുക്കും. എനിക്ക് എല്ലാ പച്ചക്കറിയും ഇഷ്ടമാണ് കേട്ടോ. മീനേക്കാളും കൂടുതൽ എനിക്ക് അങ്ങനത്തെ നമ്മൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ച് കൊടുത്ത്, പിന്നെ നമുക്ക് ചമ്മന്തി ഇല്ലാതെന്ത് പൊതിച്ചോറല്ലേ, ചമ്മന്തി ഒരു ഉരുള ചെറിയ ചമ്മന്തി വെച്ച് കൊടുത്ത്, പിന്നെ നമ്മുടെ പയർ തോരനും കൂടെ കുറച്ച് വെച്ച് കൊടുത്ത്, പിന്നെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയില്ലേ, ഈ കിച്ചടിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ വെച്ചാൽ ഞാൻ തന്നെ തിന്നണം. പൊന്നൂസിനും ഭവിക്കൊക്കെ അവന്മാരറിയാതെ ഞാൻ ചോറിൻ്റെ കൂടെ കൊടുക്കും. പിന്നെ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാറും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊതിച്ചോറിലെ ഹൈലൈറ്റ് കിട്ടിയിട്ടില്ല അല്ലേ. പൊതിച്ചോറിലെ ഹൈലൈറ്റ് എന്തുവാ, നമ്മുടെ മുട്ട പൊരിച്ചതില്ലാതെ ഒരു പൊതിച്ചോറുണ്ടോ അല്ലേ. അപ്പോൾ മുട്ട പൊരിച്ചത് കൂടെ വെച്ചിട്ട് ഞാനങ്ങ് ഇല പൊതിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിങ്ങനെ കറികളെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ കൊതിയായി. ഒരുപാട് നേരം ഞാനിത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടാക്കി ഞാൻ ഇങ്ങനെ തന്നെ എടുത്തങ്ങ് കഴിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പൊതിഞ്ഞങ്ങ് വെച്ച് പെട്ടെന്ന് തന്നെ ഇല പൊട്ടിപ്പോവാതിരിക്കാൻ നോക്കുവാണ് കേട്ടോ. ഞാൻ ഇല ഈ തളിരില ആയതുകൊണ്ടേ പൊതിഞ്ഞെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനതങ്ങ് തട്ടിക്കൂട്ടി പൊതിഞ്ഞൊരു ചെറിയ പൊതിയായി വെച്ച്. എന്തായാലും ഈ പൊതി ഇനി കുറച്ച് നേരം ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ ഈ വാഴയിലയുടെ ടേസ്റ്റൊന്നും ഇതിനകത്ത് ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു സൈഡിലോട്ട് അതങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ അച്ഛനൂടെ ചോറ് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും പൊന്നൂസിനും ഭവിക്കും കൊടുക്കണം. അവന്മാരും ഉണ്ടല്ലോ, അവന്മാർക്ക് പിന്നെ വാരി കൊടുക്കണം. ഈ കറികളൊന്നും കൂട്ടി അവന്മാർ ഒറ്റയ്ക്ക് കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അവർക്കൂടെ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് എല്ലാം എടുത്ത് അവർക്കും കൂടെ കൊണ്ടുപോയി വാരി കൊടുത്തു കേട്ടോ. അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ക്ഷമയില്ലായിരുന്നു കേട്ടോ. എൻ്റെ പൊതിച്ചോറ് അവിടെ ഇരുന്ന് എന്നെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് ആ പൊതിച്ചോറെല്ലാം എടുത്ത് അഴിച്ച് പിരുത്ത്, ഇത് നിങ്ങളെ കാണിക്കാതെ എന്തായാലും കഴിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പൊതി തുറന്ന്, സത്യം പറഞ്ഞാൽ മനസ്സിനകത്ത് കഴിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹവും കൊതിയും കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഞാൻ പൊതിയെല്ലാം അഴിച്ച് ഞാനതപ്പോൾ നിങ്ങളെല്ലാം കാണിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പൊതി അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഉള്ള ഓരോ കറികളൊക്കെ കൂട്ടി നമുക്ക് ആസ്വദിച്ചൊന്നും കഴിക്കാനല്ലേ. സത്യം പറഞ്ഞാൽ ഈ പൊതിച്ചോറ് ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. നമുക്ക് ഈ പൊതിച്ചോറ് ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അല്ലെന്നല്ല, എങ്കിലും വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ കൂടുതൽ ടേസ്റ്റായിരിക്കും അല്ലേ. അപ്പം ഇതേ പൊതിച്ചോറെല്ലാം കഴിച്ച് പിന്നെ എനിക്ക് വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനൊരു ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്ന് നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം ചായയോടൊപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ അവന്മാർക്ക്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് മാവ് നന്നായിട്ട് സെറ്റാക്കി എടുത്ത് കേട്ടോ. ഇതുപോലെ അരച്ച് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്ന് പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഉഴുന്നുവടയുടെ ഷേപ്പിനകത്ത് ഇട്ടിട്ട് മൂപ്പിച്ച് കോരണം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എല്ലാ പാചകത്തിനും ഉപയോഗിക്കുന്നത്. വേറെ എണ്ണയൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ പെർഫെക്ഷനൊന്നും കിട്ടില്ല. കാരണം നമ്മുടെ ജോലി ഇതല്ലല്ലോ, നമ്മൾ വല്ലപ്പോഴും ഒക്കെയല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. എന്നാലും നമുക്ക് ഭേദപ്പെട്ട രീതിയിൽ തന്നെയുള്ള ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാനുള്ള ഈ ഉഴുന്ന് അരയ്ക്കുമ്പോഴത്തേക്ക് ഐസ് ക്യൂബ്സ് ഇല്ലേ, ക്യൂബ്സ് തന്നെ ആവണമെന്നില്ല, ഐസ് ഇട്ട് ഉപയോഗിച്ച് അതുകൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഐസ് കട്ടയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഉഴുന്നുവട കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നുവടയും കോരി എടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉഴുന്നുവടയുടെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ വേണമല്ലോ. അപ്പോൾ ഞാൻ കട്ടൻ ചായയ്ക്ക് കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ആൾക്കാരെല്ലാവരും തയ്യാറായിരിപ്പുണ്ട്.
അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു വരരുത്. ഓക്കെ ബൈ.